രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാഷ്ട്രപതിക്ക് അയച്ച കത്തിലാണ് ഈ ആവശ്യം. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി P. പ്രസാദ് 24-നോട് പറഞ്ഞു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തിനു മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആവശ്യം ന്യായീകരിച്ച് ഗവർണർ രംഗത്ത് വന്നെങ്കിലും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറല്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ടാരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടിയുടെ രാജ്യസഭാകക്ഷി നേതാവ് P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്നാണ് പാർട്ടി നിലപാടെന്ന് നേതൃത്വവും വ്യക്തമാക്കി. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിനും ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. രാജ്ഭവനിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. വിവാദത്തിൽ രാജ്ഭവനിൽ നിന്ന് പുതിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം.